ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെയും ഉച്ചക്കത്തെയും വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും മുട്ടയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ എടുത്തു വെച്ചാൽ ഒരു തക്കാളിയാണ് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാനത് ഉണ്ടാക്കിയ സമയത്ത് അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്തായിരുന്നു കേട്ടോ. 2 തക്കാളി എടുത്തായിരുന്നു. വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം വേണം. ഞാൻ ഇപ്പോൾ ഈ 4 മുട്ടയുടെ കണക്കിനാട്ടോ പറഞ്ഞത്. അത് ഒന്നുമില്ല, നമ്മൾ സവാളയും പച്ചമുളകും വേപ്പിലയും നന്നായിട്ട് വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വാട്ടിയിട്ട് അതിലേക്ക് തക്കാളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് വേവായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നമ്മളിങ്ങനെ ചിക്കി തോർത്തി വെള്ളം തോർത്തി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ എപ്പോഴും കാണണ്ടല്ലോ, ഈ ആകാശത്ത് സ്മൈലി കാണും, നമ്മുടെ ചന്ദ്രനും ശനിയും ചൊവ്വയും, അത് രണ്ടും 2 ഗ്രഹങ്ങളും ചന്ദ്രനും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്മൈലി പോലെ ആയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതാണല്ലോ കിടന്ന് കറങ്ങണം. അപ്പം ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ മുകളിൽ പോയി നോക്കൂട്ടോ. 2 ദിവസമായിട്ട് ഇപ്പോൾ അതാണ്. ഇതുവരെ സ്മൈലിയൊന്നും കണ്ടില്ല, നാളെ കാണും എന്നാണ് പറഞ്ഞേക്കണത്. എന്നാലും എങ്ങാനും കണ്ടാലോ എന്ന് വിചാരിച്ച് 2 ദിവസം കയറി നോക്കി, കണ്ടില്ല കേട്ടോ. അപ്പോൾ നാളെയാണ് പറഞ്ഞേക്കണേ, നിങ്ങളും നോക്കി നോക്കിക്കോ. പിന്നെ മുട്ടയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് ടോസ്റ്റർ റെഡിയാക്കി അതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ബ്രെഡ് അങ്ങോട്ട് ടോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇതിലേക്ക് ഫില്ലിങ് വെച്ച് അപ്പോൾ തന്നെ കഴിക്കാമല്ലോ. ചൂടനെ തന്നെ കഴിക്കണം, തണുത്ത് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് അതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് എൻ്റെ റേഡിയോയാട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ വരുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ട പണി റേഡിയോ ഓണാക്കലാണ്. റേഡിയോ ഓണാക്കി വെച്ചിട്ടാണ് എൻ്റെ ജോലികളൊക്കെ ആരംഭിക്കണത്. പിന്നെ വീഡിയോ ഇടുമ്പോൾ അതൊക്കെ മ്യൂട്ടാക്കി കളയണം കേട്ടോ. പാട്ടുകളൊക്കെ കയറി വരുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടണം. കാരണം എൻ്റെ അടുക്കളയിൽ എപ്പോഴും റേഡിയോ ഓണായിരിക്കും. അങ്ങനെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് ഇവിടെ മഴ കിട്ടുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ മഴ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ചൂടിനൊക്കെ കുറവുണ്ട്. കിണറിലാണെങ്കിലും വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ എൻ്റെ 2 മരങ്ങൾ നല്ല കാറ്റുണ്ടായി കഴിഞ്ഞ ദിവസം. 2 എണ്ണം അങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ്. ഇനി അത് വലിച്ച് മുകളിലേക്കാക്കി കെട്ടിയിട്ട് വേണം. അത് കുറേ നാളായിട്ട് നിന്ന മരമാണ്. അത് ഇത്ര നാളായിട്ട് അത് കായ്ക്കണ്ടായില്ല. ആദ്യമായിട്ട് അതിൽ കാ പിടിച്ചപ്പോൾ അത് ഇതേ മറിഞ്ഞും കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊക്കെ പോയി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ ഈ ബ്രെഡിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു ബ്രെഡും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. ആദ്യമൊക്കെ ഞാനിത് എനിക്ക് തീരെ ഒട്ടും വയ്യാന്നൊക്കെ തോന്നുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഐഡിയ ആയിരുന്നു. ഇപ്പോൾ ഇവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറയും. ഇതിപ്പോൾ രാവിലെയെന്ന് മാത്രമല്ല, വൈകുന്നേരമോ ഡിന്നറിനോ ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. നന്നായിട്ട് വയറ് ഫില്ലാവും. പെട്ടെന്ന് ഉണ്ടാക്കിയും കഴിയും. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴല്ല, നമ്മളിത് ചെയ്യുമ്പോൾ ഈസിയാണ്, പറഞ്ഞ നേരം കൊണ്ട് പണി കഴിയും. പിന്നെന്താണെന്ന് വെച്ചാൽ കുറേ പാത്രങ്ങളും കഴുകാനുണ്ടാവില്ല. അങ്ങനെ പല ഗുണങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ. അങ്ങനെ ഇതിപ്പോൾ കഴിക്കാനായിട്ട് ഇപ്പോൾ വെക്കേഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മുടെ ചുറ്റിനും തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ ഇത് ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് അവർക്കത് എടുത്തുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ആദ്യത്തെ സെറ്റൊക്കെ റെഡിയാക്കി അടുത്തത് ഞാൻ ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഉച്ചയ്ക്കത്തെ കറിയാണ്. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയത് കൊഴുവയാണ്. അപ്പോൾ കൊഴുവ മുളക് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് മാങ്ങയിട്ട്. അപ്പോൾ മാങ്ങ കഷ്ണങ്ങൾ അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പച്ചമുളകും തക്കാളി പകുതി തക്കാളി ഇട്ടിട്ടുള്ളൂ. തക്കാളി അരിഞ്ഞതും വേപ്പിലയും കുറച്ച് മുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് മീൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. സിമ്പിളുള്ള പരിപാടിയേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതിൻ്റെ കൂടെ ഉലുവാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഈ കറി താളിച്ച് ഒഴിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഉലുവ പൊട്ടിച്ചിട്ട് താളിച്ചൊഴിച്ചാലും മതി. അപ്പോൾ എങ്ങനെയായാലും ഈ കറിക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അത് മുളക് കറി കൊഴുവ ഇങ്ങനെ വയ്ക്കാത്തവർ വെച്ച് നോക്കണം. ഞാനിതിന് മുന്നത്തെ എൻ്റെ കുറേ വീഡിയോസിൽ ഈ കൊഴുവയുടെ സമയം വന്നു കഴിഞ്ഞാൽ മിക്കവാറും മാങ്ങയുടെ സീസണിൽ തന്നെ കൊഴുവയുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെ തന്നെ കറി വെച്ചിട്ടുണ്ട്. ഞാൻ ഇഷ്ടംപോലെ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതവിടെ തിളച്ച സമയം കൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ ക്ലീൻ ആക്കി എടുത്തായിരുന്നു. ഇതിന് ഉള്ളി അരിഞ്ഞ് താളിക്കണം കേട്ടോ, ചുമന്നുള്ളി അരിഞ്ഞ് താളിക്കണം. അതാണ് ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റ് കൂട്ടണത്. അപ്പോൾ അത് മിസ്സാക്കരുത്. പിന്നെ ഉലുവയൊക്കെ പൊട്ടി വന്നപ്പോൾ അരിഞ്ഞ ഉള്ളി ഇട്ട് മൂപ്പിച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് കറിയിലേക്ക് താളിച്ചൊഴിക്കുകയാണ്. എന്നിട്ടത് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു കറിയാണ്. നല്ല സ്മെല്ലുമാണ് ഈ കറിക്കിട്ട്. അടുക്കള മുഴുവൻ നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ ബാക്കി കൊഴുവ ഫ്രൈ ചെയ്യാനുണ്ടായത് ഞാൻ ഫ്രൈയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെയായിരുന്നു വിഭവങ്ങൾ. മീൻ കുറച്ച് കറിയും വെച്ചു, കുറച്ച് ഫ്രൈയും ഉണ്ടാക്കി. പിന്നെ പപ്പടം ഉണ്ടായിട്ടോ. ഇവിടെ ഇളയ ആൾക്ക് പപ്പടം നിർബന്ധമുണ്ട്, വേറെ ആർക്കും പപ്പടമൊന്നും അത്ര ആവശ്യമൊന്നുമില്ല. മീനൊന്നും ഇല്ലെങ്കിൽ അവർ പപ്പടം കൂട്ടും, മീനുണ്ടെങ്കിൽ പിന്നെ പപ്പടമൊന്നും വേണ്ട, അങ്ങനെയാണ്. അങ്ങനെ ഇന്നത്തെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വൈകുന്നേരം പിന്നെ ചെടി നനയ്ക്കാനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം.